കേൾക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ വല്ലാത്ത വിഷമുണ്ട്, സങ്കടം വരുന്നുണ്ട്. ഒന്നുമല്ല, മുസ്ലിമീങ്ങളായ മുസ്ലിം പരക്കാരും മുസ്ലിം ബഹുജനങ്ങളും കച്ചവടക്കാരും സംഭാവന നൽകി വളർത്തിയിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഒരു ടൈറ്റിലും വാങ്ങിയിട്ട് പച്ചയിൽ രാഷ്ട്രീയ സ്റ്റേജുകളിൽ കയറി പ്രസംഗിക്കുക. എന്തെന്നറിയോ? മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അതിന് കാരണം പറഞ്ഞത് എനിക്ക് വല്ലാതെ വിഷമായി പോയി. അതൊരു വർഗീയ പ്രസ്ഥാനമാണ് എന്ന് പറയാം. മുസ്ലിം ലീഗ് വർഗീയ പ്രസ്ഥാനം പറയുന്ന തലപ്പാവ് കിട്ടിയവരാണ്. ഞാൻ വെറുതെ ആരെങ്കിലും വടയ പറയാൻ വിചാരിച്ചു. ഇപ്പൊ കണ്ടു ഇയാൾ വിളിച്ചു പറയാണ്. ലാ ശക്ക വല റൈബ എന്ന അറബി അപ്പുറം പറയുന്നുണ്ട്. യംറുഖൂന മിനദ്ദീനി മുറൂഖ അസ്സഹ്മി മിന റമിയ്യ. അമ്പ് വില്ലുന്ന് പോകുന്ന പോലെ ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന ഖുർആൻ ഓതുന്നവർ വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അയാൾ പറയുന്നത്? ഈ പ്രസ്ഥാനം വർഗീയ പ്രസ്ഥാനമാണ്, രാജ്യത്തെ നിരോധിക്കണം, ബിജെപിയെ നിരോധിക്കണം, മുസ്ലിം ലീഗിനെ നിരോധിക്കണം. ആരായി പറയുന്നത്? ഒരു മുസ്ലിയാർ തലപ്പാവ് കെട്ടിയിട്ട്. എന്താ കാരണം? അയാൾക്ക് എന്തും പറയാം. ഏത് രാഷ്ട്രീയ പാർട്ടി നിരോധിക്കണോ, കച്ചി കെട്ടണം എന്നൊക്കെ വിളിച്ചു പറയാം. അതിനൊന്നും കുഴപ്പമില്ല, നമ്മൾ തീർക്കല്ല. കാരണം പറഞ്ഞതാണ് എന്റെ വിഷയം. എന്റെ അവര് പരിപാടി തുടങ്ങുമ്പോഴേ, രാഷ്ട്രീയ മീറ്റിംഗ് തുടങ്ങുമ്പോഴേ പാണക്കാട് തങ്ങൾ ഫാത്തിഹ വിളിച്ച് ദ്വാരമിട്ടാ തുടങ്ങുന്നത്. ഇവിടെ നിന്ന് വന്നേ മാതരം ചൊല്ലുന്നു. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ഇത് രണ്ടും വർഗീയമാണ്. ഇവർക്കൊക്കെ ചോറ് കൊടുത്ത പാവപ്പെട്ട ഈ ഉമ്മത്തിന്റെ സാധുക്കളായ ഉമ്മമാരും ഉപ്പമാരും സങ്കടപ്പെടേണ്ട. ഇതുപോലെയുള്ള കോലങ്ങൾ ഈ ഉമ്മത്തിന് വരുന്നത് ഖിയാമത്തിന്റെ അടയാളമാണ്. അല്ലാഹു ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കട്ടെ. ഇവര് രാഷ്ട്രീയ പാർട്ടി തുടങ്ങി എനിക്ക് വിഷമം കൊണ്ട് പറയാം, വിഷമം സങ്കടം കൊണ്ട് പറയാം. അള്ളാഹുവിനോട് ചോദിക്കും എന്തുകൊണ്ട് പറഞ്ഞില്ല, അതുകൊണ്ട് പറയാം. ഇഷ്ടപ്പെടാത്തവർക്ക് എണീറ്റ് പോവാം, അല്ലെങ്കിൽ എന്ത് തെറിയും എന്നെ വിളിക്കാം, എനിക്കത് പ്രശ്നമല്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേണമെന്ന പേര് പറഞ്ഞ് ഒരു മുസ്ലിം ജമാഅത്ത് നിങ്ങളും തുടങ്ങിയിട്ടുണ്ടല്ലോ. നാളെ അത് തുടങ്ങുമ്പോൾ നിങ്ങൾ ഫാത്തിഹ വിളിച്ചില്ല എന്ന് വരും. എന്തുകൊണ്ട്? അത് രാഷ്ട്രീയമല്ലേ, അല്ലെങ്കിൽ അത് വർഗീയമല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഫാത്തിഹ വിളിച്ചില്ല എന്ന് വരും. ശരി, ബാങ്ക് കൊടുക്കുമ്പോൾ നിസ്കരിക്കാൻ പോകും. ബഹുർ ബാങ്കോ അശറോ മഗ്രിബോ ഇടക്ക് കൊടുത്താൽ നിങ്ങൾ നിസ്കരിക്കാൻ എണീറ്റ് പോവോ? അതും വർഗീയമാണെന്ന് നിങ്ങൾ പറയോ? എവിടെ എത്തി നമ്മുടെ കാലം? എവിടെ എത്തി? ഫാത്തിഹ ഓതി ദുആ എടുക്കുന്നത് വർഗീയമെന്ന് ഒരു അമുസ്ലിം പറഞ്ഞാൽ എനിക്ക് വിഷമല്ല. തലപ്പാവ് ധരിച്ച കോലങ്ങൾ പറയുമ്പോൾ വിഷമമുണ്ട്. അല്ലാഹുവൊക്കെ ഷഹാദത്ത് കലിമ ചൊല്ലി റബ്ബിലേക്ക്, മുർത്തദിന്റെ കുറ്റമാണത്. മുർത്തദിന്റെ കുറ്റമല്ലേ അത്? കലിമ ചൊല്ലി ഷഹാദത്ത് ചൊല്ലി തിരിച്ചു വരേണ്ടി വരും. യംറുഖൂന മിനദ്ദീൻ. അള്ളാന്റെ ദീനോ ഫാത്തിഹയോ ഖുർആനോ ദുആ ചെയ്യുമ്പോഴേക്കും പറ്റൂല. ഇയാൾ ഏത് വർഗത്തിൽപ്പെട്ട ആളാണ്? ഏത് വർഗത്തിൽപ്പെട്ട ആളാണ്? ഇയാൾക്കൊരു മതബോധമില്ലേ? സുബ്ഹാനല്ലാഹ്. വിഷമം കൊണ്ട് പറയാണ്, മുമ്പിനെ ഇങ്ങനെയൊന്നും ഇൽമു പഠിച്ചിട്ടും കാര്യമില്ല. ഇൽമു തത്ബീഖ് ചെയ്യാനുള്ളതാണ്, പ്രാവർത്തികമാക്കാനുള്ളതാണ്. എന്ത് പ്രാവർത്തികം? അമലിൽ കൊണ്ടുവരണം, ആണുങ്ങളും പെണ്ണുങ്ങളും. അല്ലാഹു നമുക്ക് തഖ്വയുള്ള പണ്ഡിതരെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവരിങ്ങനെ പിഴച്ചാൽ എന്തായിരിക്കും ഉമ്മത്തിന്റെ അവസ്ഥ? അല്ലാഹു ഉമ്മത്തിനെ എല്ലാവിധ ഫിത്നകളിൽ നിന്ന് റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ഇവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മുസ്ലിമീങ്ങളോട് പരസ്യമായ ശത്രുത പ്രഖ്യാപിച്ച ഒരു രാഷ്ട്രീയ കക്ഷിയോട് കൂടെ ഇരുന്ന് ഒത്താശ ചെയ്ത് മുസ്ലിമായ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ലേബലിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കൂടെ നിന്നത് ആരുടെ കൂടെ? പച്ച ശത്രുക്കളുടെ കൂടെ. ഇത്രക്ക് വേണോ? ഇത്രക്ക് വേണ്ടിയിരുന്നോ? ഞാൻ ആലോചിച്ചു പോവാണ്. ഇങ്ങനെയൊക്കെ ഒരു അധപ്പതനം ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ ആദ്യമാണ് ഈ നാട്ടിൽ വരുന്നത്. കഴിഞ്ഞ ആഴ്ച വേറെ സ്ഥലത്തായിരുന്നു, നാട്ടിൽ വന്നിരുന്നില്ല. വിഷമം കൊണ്ട് പറയാൻ ഇതൊന്നും ഉണ്ടാവരുത്. ഇവരൊക്കെ അള്ളാഹുവിന്റെ ദീൻ മറന്ന് സമ്പത്തിന്റെ പിന്നാലെ കൂടി ഈ ദീനിന് അടിയുറച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ കാത്തുരക്ഷിക്കണം. എമ്പുരാനെ നാഫിയായ ഇൽമ തരണമെന്ന് ആരൊക്കെ പറഞ്ഞതുകൊണ്ട് നാഫിയായ ഇൽമ തരണം. എന്താ അതിന്റെ അർത്ഥം? ഒരു മനുഷ്യനെ തത്ബീഖ് ചെയ്യാൻ പറ്റുന്ന ഒരു തൗഫീഖ് അല്ലാഹു തരണം. അമൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പോലെയുള്ള മഹദികളെയാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്.